എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അൻവർ റഷീദിന്റെ ചിത്രത്തിൽ വീണ്ടും മെഗാസ്റ്റാർ മമ്മൂക്ക നായകനാകുന്നു. മെഗാ ഹിറ്റ് ചിത്രമായ അണ്ണൻ തമ്പിക്ക് ശേഷം മമ്മൂക്കയും അൻവർ റഷീദും ഒന്നിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട്. മമ്മൂട്ടി നിറഞ്ഞാടിയ രാജമാണിക്യം എന്ന ചിത്രത്തിലൂടെയാണ് അൻവർ റഷീദ് സ്വതന്ത്ര സംവിധായകനാകുന്നത്. മമ്മൂക്കയും അൻവർ റഷീദും ഒരുമിച്ച രണ്ടു സിനിമകളും മെഗാ ഹിറ്റുകളായിരുന്നു. ചില ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് 2 മാസമായി അഭിനയ രംഗത്തു നിന്നും മാറി നിൽക്കുന്ന മമ്മൂട്ടി അടുത്ത മാസം മഹേഷ് നാരായണന്റെ ചിത്രത്തിൽ ജോയിൻ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. മഹേഷ് നാരായണൻ ചിത്രം പൂർത്തിയായതിനു ശേഷം ബേസിൽ ജോസഫ് നായകനായെത്തി സൂപ്പർ ഹിറ്റ് ചിത്രം സംവിധാനം ചെയ്ത ഫാലിമിയുടെ ഡയറക്ടറായ നിതീഷ് സഹദേവുമൊത്താണ് മമ്മൂക്കയുടെ അടുത്ത ചിത്രം പ്ലാൻ ചെയ്യുന്നത്. ഇതിനുശേഷമായിരിക്കും ഖാലിദ് റഹ്മാന്റെ ചിത്രത്തിൽ അഭിനയിക്കുക. ഉണ്ടയ്ക്ക് ശേഷം മമ്മൂക്കയും ഖാലിദ് റഹ്മാനും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയായിരിക്കും അത്. ഇതിനുശേഷം ടിനു പാപ്പച്ചന്റെ ചിത്രത്തിലാണ് മമ്മൂക്ക അഭിനയിക്കുക. സ്വാതന്ത്ര്യം, അർദ്ധരാത്രിയിൽ, അജഗജാന്തരം, ചാവേർ എന്നീ ചിത്രങ്ങൾ ഒരുക്കിയ ടിനു പാപ്പച്ചൻ ആദ്യമായിട്ടാണ് ഒരു സൂപ്പർ താര ചിത്രം സംവിധാനം ചെയ്യുന്നത്. ടിനു പാപ്പച്ചൻ ചിത്രത്തിന് ശേഷമാണ് മമ്മൂക്ക അൻവർ റഷീദ് ചിത്രം ആരംഭിക്കുക. അതേസമയം പുതുമുഖ സംവിധായകനായ ജിതിൻ കേസ് ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവൽ ആണ് മമ്മൂക്കയുടെ അടുത്ത റിലീസ്. തിയേറ്റർ റിലീസ് മിക്കവാറും ഓണം റിലീസാകാനാണ് സാധ്യത കാണുന്നത്. മമ്മൂക്ക നെഗറ്റീവ് ഷെയ്ഡിലും വിനായകൻ നായകന്റെ വേഷത്തിലും എത്തുന്ന ചിത്രം എന്ന പ്രത്യേകത കൂടി കളങ്കാവലിനുണ്ട്. ഒരുപാട് പ്രേക്ഷകരാണ് ആ ചിത്രത്തിന് കാത്തിരിക്കുന്നത്. അപ്പോൾ മഹേഷ് നാരായണൻ ചിത്രത്തിന് ശേഷമുള്ള മമ്മൂക്കയുടെ ലൈനപ്പിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താവുന്നതാണ്. ആ 4 സിനിമകളിൽ നമ്മുടെ പ്രേക്ഷകർ ഏറ്റവും അധികം കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ പേര് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അത് ഏത് സംവിധായകനോടൊപ്പം ഉള്ളതാണെന്ന് കൂടി കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 40,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു.